ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറാണ്. ദേശീയപാത 66 വികസനം കേരളത്തിൽ നടക്കുന്ന സമയത്ത് നമ്മൾ റോഡിൻ്റെ പണിയൊക്കെ പൂർത്തിയാകുമ്പോൾ കേൾക്കുന്ന ഒരു സംഭവമാണ് ചെയിനേജ് നമ്പർ. പലർക്കും ഈ ചെയിനേജ് നമ്പർ എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ ചെയിനേജ് നമ്പർ വരുന്നത് ഒന്നല്ലെങ്കിൽ ക്രാഷ് ബാരറിൽ, അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ സൈഡിലാണ്. പക്ഷേ ക്രാഷ് ബാരറിൻ്റെ ആ ഭാഗങ്ങളിലായിട്ടാണ് ഈ ചെയിനേജ് നമ്പർ വരിക കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി എങ്ങനെയാണ് ചെയിനേജ് നമ്പർ വരുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പം ഞാനുള്ളത് പാലക്കൽ, മലപ്പുറം ജില്ലയിൽ പാലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടോ. അവിടെയുള്ള ചെയിനേജ് നമ്പറാണ് ഇത്. കണ്ടോ നിങ്ങൾ, 269 + 900. ഈ 269 എന്ന് വെച്ചാൽ നമ്മുടെ തലപ്പാടിയിൽ നിന്നാണല്ലോ ഈ റീച്ച് തുടങ്ങുന്നത്. അപ്പോൾ തലപ്പാടി മുതൽ ഇവിടം വരെ 269 കിലോമീറ്റർ. കണ്ടോ, അതാണ് 269. പിന്നെ ഈ 900 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 100 മീറ്ററിലും ഇതിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ 269 ഇവിടെ ആണെങ്കിൽ പിന്നീട് ഇപ്പോൾ 900 കഴിഞ്ഞാൽ പിന്നീട് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ കഴിഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നീടും ഈ ചെയിനേജ് നമ്പറിൽ വ്യത്യാസം വരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയമാണ്, ഇതിൻ്റെ മറുഭാഗത്തും ഇതേമാതിരി തന്നെയാണ് നമ്പർ വരിക എന്നുള്ളത്. അതെ, ഇതിൻ്റെ മറുഭാഗത്തും ഇതേമാതിരി തന്നെ നമ്പർ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് നിങ്ങൾ 269 + 900 എന്നുള്ളത്. അപ്പോൾ കറക്റ്റ് തലപ്പാടി മുതൽ ഇവിടം വരെ 269 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ നേരത്തെ 269 + 900 കണ്ടു. 100 മീറ്റർ കൊണ്ട് വന്നു കഴിഞ്ഞപ്പം 270 + 000. ഇവിടെ നിന്നാണ് പിന്നീട് ഓരോ 100 മീറ്ററിലും വ്യത്യാസം വരും കേട്ടോ. പിന്നെ മലപ്പുറം ജില്ലയിലും ഈ ഡിവൈഡർ ചാടിക്കിടക്കുന്ന ആളുകൾക്ക് ഇനി ബുദ്ധിമുട്ടാണ്. ഇവിടെയൊക്കെ ഗ്യാപ്പ് അടച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ടപ്പുറത്ത് ഇതേമാതിരി തന്നെ 270 + 000 കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചെയിനേജ് നമ്പർ എന്താണെന്ന് മനസ്സിലായി തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയും മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇത് അറിയാത്ത കുറേ പേരുണ്ട്. നമ്മൾ ഈ അടുത്താണ് ഈ ചെയിനേജ് നമ്പർ കേട്ട് തുടങ്ങിയത്, ദേശീയപാത 66 വികസനം നാട്ടിൽ വന്ന സമയത്ത്. പിന്നെ ഈ ചെയിനേജ് നമ്പർ വിളിച്ച് പറയണം നിങ്ങൾ. കാരണം എന്തെങ്കിലും അപകടം പറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചെയിനേജ് നമ്പർ വിളിച്ച് പറയണം. എന്നാലേ ടോൾ പ്ലാസയിലുള്ള ആളുകൾക്ക് നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. പുതിയ വീഡിയോ വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ.